ഹല്ലേലൂയ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ സന്ധ്യാസമയത്ത് ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ സ്തോത്രം 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള കാരണം സ്തോത്രം മനുഷ്യനെ പാപത്തിൽ നിന്ന് ആമേൻ സ്തോത്രം മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടത്രേ. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനത്രേ. ഹല്ലേലൂയ. പാപ വിമോചകൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പാപികളെ തേടിയത്രേ. എന്നെയും നിങ്ങളെയും തേടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ. വേഷത്തിൽ മനുഷ്യനായി സ്തോത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സകലത്തെയും ഉണ്ടാക്കിയ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു സത്യത്തെ നാം തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ സ്നേഹത്തെ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ സ്നേഹത്തെ ആമേൻ സ്തോത്രം നാം കണ്ടെത്തിയതല്ല, അല്ലെങ്കിൽ സ്തോത്രം നാം തേടിപ്പിടിച്ചതല്ല, അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ മാനുഷികമായ ഏതെങ്കിലും ആമേൻ സ്തോത്രം പ്രയത്നം കൊണ്ടോ അല്ല സ്തോത്രം ഹല്ലേലൂയ യേശു കർത്താവ് ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നു വന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മറിച്ച് ദൈവം അനാദി കാലത്തിന് മുമ്പേ സ്തോത്രം എന്നെയും നിങ്ങളെയും ദൈവം സ്വർഗം കണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്തോത്രം എന്നെയും നിങ്ങളെയും സ്വർഗം കണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ഒരു സ്തോത്രം ഹല്ലേലൂയ രക്ഷയുടെ വാതിൽ ഹല്ലേലൂയ ദൈവം നമുക്കായി തുറക്കപ്പെട്ടത് ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി മാത്രമല്ല, ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടും അത്രേ. ഹല്ലേലൂയ. സകല മനുഷ്യർക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സ്തോത്രം സ്തോത്രം ഈ സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന ദൗത്യം ഹല്ലേലൂയ ഈ സ്തോത്രം ഹല്ലേലൂയ ഈ സുവിശേഷം എന്താണ് സുവിശേഷം? ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് അത്യാവശ്യം എന്താണ്? ആമേൻ. ആമേൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആമേൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് സ്തോത്രം രക്ഷിക്കപ്പെടുക എന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നു? നരകത്തിൽ പോകുവാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ പോകുവാൻ ഏത് മതവിശ്വാസിയും, ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയും സ്വർഗത്തിൽ പോകുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആത്മരക്ഷ പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തു മാർഗമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം ആമേൻ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളത് യേശുവിൻ്റെ കരത്തിലത്രേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സ്തോത്രം ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സ്തോത്രം സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്തോത്രം നാം സ്തോത്രം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ഹല്ലേലൂയ. സ്വന്തം രക്ഷിതാവെന്ന് പറഞ്ഞാൽ ഞാൻ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു എനിക്കായി മരിച്ചു. യേശു ക്രിസ്തു എനിക്കായി തൻ്റെ മുഴു രക്തവും എനിക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ ക്രൂശിതനായത് എൻ്റെ പാപത്തിന് മോചനത്തിന് വേണ്ടിയിട്ട് അത്രേ. ആമേൻ.
അവൻ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയിട്ടത്രേ. ഹല്ലേലൂയ എന്ന് സ്തോത്രം നാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്വർഗം നമുക്കായി തുറക്കപ്പെടും. ഹല്ലേലൂയ, ഒരു സ്വർഗീയ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ ആമേൻ, ആമേൻ സ്തോത്രം. മുടിയനായ പുത്രൻ, ആമേൻ സ്തോത്രം, അവൻ സകലതും നഷ്ടപ്പെടുത്തി, തനിക്കുണ്ടായിരുന്ന വസ്തുവകകളൊക്കെയും അവൻ നശിപ്പിച്ച്, ആമേൻ സ്തോത്രം, അവസാനം സ്തോത്രം അവന് ഭക്ഷിക്കുവാൻ പോലും ആഹാരമില്ലാതെ, ആമേൻ സ്തോത്രം, പന്നിക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കുമ്പോഴാണ് അവൻ്റെ സുബോധം വന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. ഇതുപോലെ സ്തോത്രം നാം ഈ നശ്വരമായ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ, ആരും ഹല്ലേലൂയ ഈ സ്തോത്രം ലോകം തരുന്ന സ്നേഹം അതിനൊരു പരിധിയുണ്ട്. ലോകം തരുന്ന നന്മയ്ക്ക് ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. ലോകം തരുന്ന എല്ലാ സന്തോഷത്തിനും ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ ആമേൻ. കർത്താവ് സ്തോത്രം നമുക്ക് തരുന്ന സ്നേഹം നിത്യമായ സ്നേഹം. ഹല്ലേലൂയ. നിത്യമായ സന്തോഷം ദൈവം നൽകും. ഹല്ലേലൂയ. നിത്യമായ സമാധാനം ദൈവം നൽകും. ഹല്ലേലൂയ ആമേൻ. ഇത് കേൾക്കുന്ന വ്യക്തികളിൽ രൂപാന്തരം വരുത്തുവാനും ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. ഈ വചന ശബ്ദം കേൾക്കുന്ന, ആമേൻ സ്തോത്രം, കേൾക്കുന്നവരിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വലിയൊരു മാറ്റത്തെ ദൈവം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവ് എപ്പോൾ കടന്നു വന്നുവോ, ആമേൻ ആമേൻ സ്തോത്രം, യേശു കർത്താവിനെ അവനെ സ്വന്തം രക്ഷാമ കർത്താവായി ഞാൻ സ്വീകരിച്ച അന്ന്, ആമേൻ, ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ അന്ന് എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ ആമേൻ. കണ്ടിന്യൂസ് സിനിമ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിനകത്ത് സിനിമ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ആമേൻ, വിവിധ ഭാഷകളിലുള്ള സിനിമകളും, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, വാടകയ്ക്കെടുത്ത് TV കൊണ്ടുവച്ചും വീട്ടിൽ വെച്ചും, ഹല്ലേലൂയ, സിനിമ കണ്ട് സിനിമയ്ക്ക് അടിമയായിരുന്ന എന്നെ, ആമേൻ, ക്രമേണ ആ സിനിമ മോഹത്തിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയാക്കി. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സിനിമ ഒരു ചതിക്കുഴിയാണ്. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ആമേൻ. സിനിമ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു വഴി. ഹല്ലേലൂയ ആമേൻ. നാശകരമായ വഴി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുക്കും. അവൻ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ ആമേൻ, സിനിമാ മോഹത്തിന് അടിമപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിമണ്ഡലം മുഴുവനും, ഹല്ലേലൂയ, ആ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളുടെ മുഖവും, ഹല്ലേലൂയ, അവർ അഭിനയിച്ച ആമേൻ തമാശ രംഗങ്ങളും അല്ലെങ്കിൽ സ്തോത്രം ആമേൻ സ്തോത്രം അടിപിടികളും ഒക്കെയും നിങ്ങളുടെ മനസ്സിനെ ആമേൻ ആമേൻ ദുഷിപ്പിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യമുണ്ട്. ഹല്ലേലൂയ, ഇത് നിങ്ങളെ സ്തോത്രം നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ല, ഇതൊരു പാപമത്രേ. ഹല്ലേലൂയ സിനിമ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ലോകമോഹത്തിൻ്റെ ആമേൻ സ്തോത്രം ഇൻപങ്ങളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ ഒരു ആയുധം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ. ഇരുളടഞ്ഞ അന്ധകാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, ആമേൻ ഹല്ലേലൂയ, വിശാലമായ വഴി. ഹല്ലേലൂയ ആമേൻ. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി, ഇടുക്കമുള്ളത്, ഞെരുക്കമുള്ളത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഈ ഇടുക്കമുള്ള പാതയിലേക്ക് വരുവാൻ, യേശുവാകുന്ന വഴിയിലേക്ക് കടന്നു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഈ യേശുവിനെ ഒന്ന് കൈക്കൊള്ളുവാൻ കഴിയുമോ? ഈ യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുവാൻ കഴിയുമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീയല്ല ചിന്തിക്കേണ്ടത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീയല്ല വിചാരിക്കേണ്ടത്. ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു സ്വർഗം, ഹല്ലേലൂയ നിനക്ക് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രയത്നിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സ്തോത്രം സകലതും ചെയ്യുവാൻ കഴിയുന്ന, ആമേൻ സ്തോത്രം, യേശു അപ്പൻ നിൻ്റെയോട് കൂടെയുണ്ട്, നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മെ വിളിക്കുന്ന ദൈവം വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. ആമേൻ സ്തോത്രം. അന്ത്യത്തോളം നമ്മെ നടത്തുവാൻ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ ആമേൻ. കാക്കയാൽ ആഹാരം നൽകുവാൻ കഴിയുന്ന ദൈവം. ആമേൻ സ്തോത്രം. നാളെ എന്ത് എടുക്കുമെന്നോ, നാളെ എന്ത് തിന്നുമെന്നോ, ആമേൻ സ്തോത്രം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്നയാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ എത്ര വലിയ ദൈവം. ഹല്ലേലൂയ ആമേൻ ആമേൻ. മഹാത്ഭുതമായി
എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. മഹാ അത്ഭുതമായി, അത്ഭുതകരമായി ജ്ഞാനത്തോടുകൂടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ജ്ഞാനത്തോടുകൂടെ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. നമുക്ക് സ്വന്തമായി ചിന്തിക്കുവാനുള്ള ബുദ്ധി ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. സംസാരിക്കുവാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ആമേൻ, ലോകത്തെ കാണുവാനുള്ള കണ്ണുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നടക്കുവാൻ കാല്. ഹല്ലേലൂയ. പ്രവർത്തിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ജോലി ചെയ്യുവാൻ വേണ്ടി കരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായി നമ്മെ മെനഞ്ഞ കർത്താവിന് ആമേൻ, സ്തോത്രം, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. ആമേൻ, പാപത്തിൽ എൻ്റെ അമ്മയും, ആമേൻ, സ്തോത്രം, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. പാപികളായി പിറന്ന നമ്മെ, ആമേൻ, സ്തോത്രം, നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ അരികിലേക്ക് ഈ സ്തോത്രം, ഈ നിമിഷം കടന്നു വരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഏകൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഏകൻ്റെ അനുസരണത്താൽ ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി എനിക്കും നിനക്ക് വേണ്ടി പാപയാഗമായി മാറിയ കർത്താവ് യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. മദ്യപാനികൾ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിന്നെ മദ്യപാനത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. ഇന്ന് നീ ആയിരിക്കുന്ന നിന്നെ, ഹല്ലേലൂയ, സകല വ്യക്തികളും താഴ്ത്തിക്കെട്ടിയിരിക്കുന്ന നിന്നെ ഉയർത്തി മാനിക്കുവാൻ കഴിയുന്ന ഏക രക്ഷിതാവ് യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവനിൽ ഏവനും, സ്തോത്രം, ഹല്ലേലൂയ, അവനിൽ ഏവനും, സ്തോത്രം, ഹല്ലേലൂയ, ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന, ഏത് മനുഷ്യനെയും, സ്തോത്രം, ഹല്ലേലൂയ, മലമേലിരിക്കുന്ന പട്ടണം പോലാക്കി മാറ്റുവാൻ, ആമേൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, കുഴഞ്ഞ ശേറ്റിൽ കിടക്കുന്ന ജീവിത അനുഭവങ്ങളെ മാറ്റി, ഹല്ലേലൂയ, രാജാക്കളോടും പ്രഭുക്കളോടും ഇരുത്തുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ചേറ്റിൽ കിടക്കുന്ന നമ്മെ, ആമേൻ, സ്തോത്രം, കരം പിടിച്ച് ഉയർത്തുന്ന ദൈവസ്നേഹം, അത് യേശുവിൻ്റെ സ്നേഹമത്രേ. ഹല്ലേലൂയ. അവൻ നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹമത്രേ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ലോകക്കാർ നിന്നെ നോക്കി പരിഹസിച്ചുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ലോകക്കാർ നിന്നെ നോക്കി നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ലോകക്കാർ നിന്നെ, സ്തോത്രം, ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. വഴിയിൽ കിടക്കുന്ന നിന്നെ, ഹല്ലേലൂയ, ചേറ്റിൽ കിടക്കുന്ന നിന്നെ തൂക്കിയെടുത്ത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടു ചെല്ലുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഭാരങ്ങൾ, ആമേൻ, പ്രയാസങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തെ തളർത്തിയിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നഷ്ടങ്ങൾ നിന്നെ, സ്തോത്രം, ഹല്ലേലൂയ, നിരാശയുടെ പടുകുഴിയിലേക്ക് നിന്നെ കൊണ്ടുപോയിരിക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എല്ലാ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ കഴിയുന്ന, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഏക രക്ഷിതാവ് യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. നിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. നിൻ്റെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ മാറ്റി, ആമേൻ, സ്തോത്രം, വിശ്വാസിയാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സഭയെ മുടിച്ചുകൊണ്ടിരുന്ന, സ്തോത്രം, ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് പ്രതികൂലമായി നിൽക്കുന്നതിനെ അനുകൂലമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന രാത്രികാലം? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കണ്ണുനീര് തുരുത്തിയിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ കരയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നിൻ്റെ ഹൃദയം വിങ്ങുന്നത്, ഹല്ലേലൂയ, ആരും നിനക്ക്, സ്തോത്രം, സഹായിക്കുവാൻ ആരുമില്ലെന്ന്, സ്തോത്രം, ഹല്ലേലൂയ, നീ നനച്ച്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കണ്ണുനീരോടുകൂടെ, ആമേൻ, സ്തോത്രം, നിൻ്റെ ജീവിതത്തെ നീ തള്ളി നീക്കുന്ന വ്യക്തിയായിരിക്കാം. നിൻ്റെ ജീവിതത്തെ തള്ളി നീക്കുന്ന വ്യക്തിയായിരിക്കാം നീ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഓരോ ദിവസവും, സ്തോത്രം, നിന്നയുടെയും പരിഹാസത്തിൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ ഹൃദയം മുരടിച്ച് കാണാം. ഹല്ലേലൂയ. ആമേൻ. അപ്പനും അമ്മയും സഹോദരനും, സ്തോത്രം, സ്വന്തക്കാരും ബന്ധുക്കളും നിന്നെ തള്ളി, ഹല്ലേലൂയ, സ്തോത്രം, തള്ളിക്കളഞ്ഞിരിക്കാം. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഹല്ലേലൂയ, ഇവനെക്കൊണ്ടൊരു ഉപയോഗമില്ല, ഹല്ലേലൂയ, ആമേൻ, ഇവൻ ഞങ്ങൾക്കൊരു ശാപമാണെന്ന്, ഹല്ലേലൂയ, പറഞ്ഞ്, ഹല്ലേലൂയ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റുവാൻ, ആമേൻ, ആമേൻ, സ്തോത്രം, പ്രകാശിക്കുന്ന ഒരു പാനപാത്രമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നീ നിൽക്കുന്ന സ്ഥാനത്ത്, സ്തോത്രം, സ്തോത്രം, ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയുമോ?
ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ മരണഭയത്തെ മാറ്റുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഞാൻ യേശുവിനെ സ്തോത്രം സ്വന്തം രക്ഷാ കർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു മരണം നടന്നാൽ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത്, ആമേൻ. സ്തോത്രം. ഒരു മരണം നടന്നാൽ എൻ്റെ വീട്ടിനകത്ത് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പകൽ പോലെ വെളിച്ചം പോലെ സ്തോത്രം ലൈറ്റ് ഓൺ ചെയ്തിട്ട് കിടന്നാൽ പോലും, ഹല്ലേലൂയ, കിടക്കുവാൻ പറ്റത്തില്ല. ഭയം. ഹല്ലേലൂയ. ആ മരണവിടും മരിച്ച വ്യക്തിയുടെ മുഖവും, ഹല്ലേലൂയ, ആമേൻ, വല്ലാത്തൊരു ഭയം. ഹല്ലേലൂയ. ഉറങ്ങുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ തുടരെ ഏകദേശം സ്തോത്രം എൻ്റെ ചുറ്റുവട്ടത്തും, ഹല്ലേലൂയ, ഒരു സ്തോത്രം 3-4 വ്യക്തികൾ, ആമേൻ, സ്തോത്രം, മരണപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏകദേശം ഒരു 6-7 മാസത്തിനകത്ത് സ്തോത്രം ഇങ്ങനെ സ്തോത്രം ഒരു 4-5 മരണം നടന്നപ്പോൾ ഈ മരണത്തിനൊന്നും എനിക്ക് വീട്ടിൽ ഉറക്കമില്ല. ഹല്ലേലൂയ. ഭയം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഭയം കയറി. മരണഭയം കയറി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇരിക്കത്തില്ല. കാരണം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മരണഭയം. ഹല്ലേലൂയ. കാരണം ആക്സിഡൻ്റ് ആയാൽ ഞാൻ സ്തോത്രം. ഹല്ലേലൂയ, ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ് സ്തോത്രം ബസ്സിൻ്റെ സ്തോത്രം സീറ്റിലോ ബാക്ക് സീറ്റിലോ ഞാൻ ഇരിക്കാറില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇങ്ങനെ വല്ലാത്തൊരു ഭയം എന്നെ സ്തോത്രം മൂടി വളഞ്ഞിരുന്നപ്പോൾ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവസാനം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഞാൻ ചെന്നെത്തപ്പെട്ടത് ഒരു സ്തോത്രം ആത്മീയ, ആമേൻ, ആരാധന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക്. ഹല്ലേലൂയ. പനി പിടിച്ച്, പേടിച്ച്, വിറച്ച്, പനി പിടിച്ച്, ആമേൻ, പുറത്താരടുത്തും പറയുവാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം, ആമേൻ. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. ഭയം കാരണമാണ് എനിക്ക് പനി വന്നതെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം പനി പിടിച്ച് ഹോസ്പിറ്റലിൽ, ആമേൻ, കൊണ്ടുപോയി. ആമേൻ. അവിടെയും ഡോക്ടറോട് എന്താണ് കാരണമെന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. പനിക്ക് ടാബ്ലറ്റ് ഒന്നും പനി മാറുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഒരു ആത്മീയ ആരാധന നടക്കുന്ന സ്ഥലത്തിനെ കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ സ്തോത്രം പ്രാർത്ഥിച്ചു പാസ്റ്റർ. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പറ്റി പറഞ്ഞു തന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വചനം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അന്ന് എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് യേശു ക്രിസ്തുവിലുള്ള ആഴമേറിയ ഒരു വിശ്വാസത്തെ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. പോകുന്നത് ഭയത്തോടുകൂടെ ഞാൻ പോയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ തിരിച്ചു വന്നപ്പോൾ ആ ഭയം എന്നെ വിട്ട് മാറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഞാൻ ഈ സ്തോത്രം ഞാനൊരു വലിയ പാസ്റ്ററല്ല, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ട് സ്തോത്രം ഞാനിത് ഈ മൊബൈലിൽ കൂടെ ഷൂട്ട് ചെയ്ത് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞാൽ, ആമേൻ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന, ആമേൻ, ഒരു വ്യക്തിക്കാണെങ്കിലും, ഹല്ലേലൂയ, വലിയൊരു മാറ്റം ദൈവം വരുത്തും. നിശ്ചയമായും. കാരണം സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു സ്തോത്രം. ഹല്ലേലൂയ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന, ആമേൻ, സ്തോത്രം, നിന്നെ സ്തോത്രം ശാശ്വതമായ സ്ഥലത്ത് എത്തിക്കുവാൻ കഴിയുന്ന, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, സ്തോത്രം, നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനഭാഗങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.